അതെ, നിങ്ങൾക്ക് ഈ പനങ്കിളങ്ങ് എന്തുവാണെന്നറിയോ? പനങ്കിളങ്ങ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ആ സാധനം മേടിക്കാൻ പോകുക. സെക്യൂരിറ്റി ഒക്കെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു അപ്പേക്ക് പനം കിളങ്ങ് വാങ്ങിക്കൊണ്ട് വരാൻ. എനിക്ക് എന്തോ സാധനം ഒന്നും അറിയത്തില്ലായിരുന്നു. ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടു. ഞാൻ ആ സാധനം നിങ്ങൾ കാണിച്ചു തന്നത് കണ്ടോ, ഫുള്ള് വണ്ടി പോകുന്നു. എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഞങ്ങളത് വാങ്ങാൻ വേണ്ടി എത്തിയത് സാറ്റർഡേ മാർക്കറ്റിലോട്ടായിരുന്നു. ഈ സാറ്റർഡേ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ശനിയാഴ്ച ദിവസം മാത്രമേ കാണത്തുള്ളൂ. ബാക്കി ദിവസമൊക്കെ ഈ സ്ഥലം ഒഴിഞ്ഞു കിടക്കും. ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഈ സ്ഥലം ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും. അങ്ങനെ ആയിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കണം. ഞങ്ങളങ്ങനെ നോക്കി വന്നപ്പം തന്നെ സാധനം കിട്ടി. ആദ്യം കണ്ടത് അതല്ലായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അത് ഫുള്ള് ഫാത്തിമയുടെ ഒരു ഇൻസ്പെക്ഷൻ നടത്തി. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് സാധനം വാങ്ങി. അങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത്. അത് കണ്ടോ, മറ്റേ വെളുത്തുള്ളി ഇലയോടൊക്കെ നിൽക്കുന്നത്. ഞാൻ ഈ സാധനമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിങ്ങനെ സാധനം വാങ്ങുന്നിടത്തോ ഇതൊക്കെ എന്തുവാ ഏതാ ഇതിൻ്റെയൊക്കെ വില എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നോക്കി വാങ്ങണ്ടേ. എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ പിടിയൊന്നുമില്ല. ഇതൊക്കെ നല്ലോണം അറിയാവുന്ന ഫാത്തിമ. ഇവിടെ വന്ന ശേഷം ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുന്നത് തന്നെ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഈ ഫ്രൂട്ട്സിന്റെ ഷോപ്പിൽ ഫ്രൂട്ട്സ് നിർത്തി വെച്ചേക്കുന്ന കാണാൻ എന്താണെന്ന് അറിയത്തില്ല, ഒരു പ്രത്യേക ഭംഗി, നല്ല രസമുണ്ട് കാണാൻ. ഈ അണ്ണനാണ് ഈ ഷോപ്പിന്റെ ഓണർ എന്ന് തോന്നുന്നു. ഇതിന് എല്ലാ ആഴ്ചയും മാത്രമല്ല ഉള്ളത്, അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല. അവിടെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം അവിടുത്തെ ആ കടയിൽ തന്നെ മറ്റേ അണ്ണൻ ഞങ്ങളടുത്ത് പറഞ്ഞു അയാളുടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി. ഞാനത് കേട്ട സന്തോഷത്തിൽ വീഡിയോ എടുത്തു. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് എൻ്റെ വീഡിയോയിലും ആഡാക്കാമല്ലോ. പക്ഷെ ആ അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അതെടുത്ത് അയാൾക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കാൻ. എനിക്ക് കഷ്ടമൊക്കെ തോന്നി, പക്ഷെ എന്ത് വന്നാലും അമ്മാതിരി പരിപാടിയൊന്നും ഞാൻ ചെയ്യത്തില്ല. അതുകൊണ്ട് ആ വീഡിയോ ഇപ്പം ഞാൻ ഈ വ്ലോഗിലിടുന്നത്. അയാൾ കാണുന്നെങ്കിൽ കാണട്ടെ. പിന്നെ അവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ കുറേ പച്ചക്കറിയൊക്കെ നിരത്തി വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എന്നാലും വെറുതെ ഒരു രസത്തിന് അങ്ങോട്ടൊക്കെ നോക്കും. പിന്നെ വീഡിയോ എടുക്കുവാന്നല്ലോ, അപ്പോൾ എന്തായാലും നോക്കിയാലേ പറ്റത്തോളൂ. ഇത് കണ്ടോ, ഈ പുളിയുടെ അടുത്ത് വരുമ്പോൾ എന്തൊരു മണമാണെന്നറിയാവോ? അതങ്ങ് പറക്കി തിന്നാൻ തോന്നും. പക്ഷെ തിന്നരുത്, കാരണം കാശ് കൊടുത്ത് ഈ സാധനം വാങ്ങാൻ പറ്റും. വെറുതെ കാശ് കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, കാരണം എൻ്റെ വീട്ടിൽ ഈ സാധനം ഉണ്ട്. അതിനുശേഷം ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്ന ശേഷം ഒരു കൊച്ചു എന്നെ നോക്കി ചിരിച്ച്. കാരണം തമിഴ്നാട്ടിൽ ഇവിടത്തേക്ക് പിള്ളേർക്ക് ചിരിക്കാൻ ഭയങ്കര മടിയാണ്. നമ്മൾ അങ്ങോട്ട് നോക്കി ചിരിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ പുച്ഛിക്കും. പുല്ല് വില അവർ നമുക്ക് തരുന്നത്. പക്ഷേ ഈ കൊച്ചു പാവം കൊച്ച് എന്നെ നോക്കി ചിരിച്ച്. എന്നിട്ട് ആ കൊച്ചു അവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ടോ? ആ കൊച്ചിൻ്റെ അമ്മയുടെയൊക്കെ ആയിരിക്കും. എന്തായാലും പണിയെടുക്കാനുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടോ? കുഞ്ഞു പ്രായത്തിൽ ഇതൊക്കെ കാണും, വലുതാകുമ്പോൾ ഇതൊന്നും കാണത്തില്ലല്ലോ. അപ്പം ചെയ്യട്ടെ. സാറ്റർഡേ മാർക്കറ്റിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് വെറുതെ ഒന്ന് ചുറ്റും നോക്കിയപ്പോഴേ കണ്ട എന്തോ ഒരാൾ, എന്തൊരു തിരക്ക്. ഉത്സവപ്പറമ്പിൽ ആൾക്കാർ സാധനം വാങ്ങാൻ നിൽക്കുന്ന പോലെ. ഇങ്ങനെ ആയിരിക്കും എല്ലായിടത്തും. പക്ഷെ ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ആ ABCD ബിസ്ക്കറ്റ് ഉണ്ടോ? ആ ABCD ബിസ്ക്കറ്റൊക്കെ പണ്ട് അത് വെച്ചിട്ട് പേരൊക്കെ നോക്കുമായിരുന്നു. ഇപ്പം അതൊന്നും കാണാനേ ഇല്ല. കുറേ വർഷത്തിന് ശേഷം ഞാനത് കാണുന്നത്. പക്ഷെ ഞാൻ വാങ്ങിയതൊന്നുമില്ല. അത് വാങ്ങിയിട്ട് അപർണയുടെ സ്പെല്ലിങ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ വാങ്ങിയത് ഓർത്ത് എനിക്ക് കുറ്റബോധം തോന്നും. അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഈ സാധനം കണ്ടോ, ഇതെന്താ പുളി പോലത്തെ മുട്ടായ. ഈ സാധനം ആർക്കെങ്കിലൊക്കെ ഓർമ്മയുണ്ടോ? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചേച്ചിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഒരു ചേച്ചി അവിടെ നിന്ന് മറ്റേ ചീനയുടെ ചിപ്സ് ലൈവായിട്ടിരുന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങളതൊന്നും വാങ്ങിയതൊന്നുമില്ല, വെറുതെ വീഡിയോ എടുത്തു. അതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോയ വഴിക്കാണ് ഈ അണ്ണ ഞങ്ങളെ വിളിച്ചത്. കാരണം ഞങ്ങൾ അകത്തോട്ട് കയറിപ്പോയ വഴിക്ക് ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ അത് വാങ്ങുന്നില്ലയോ എന്നും ചോദിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ വിളിച്ച്. പിന്നെ എന്തായാലും മോശമില്ല വാങ്ങിയില്ലെങ്കിൽ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി. കണ്ടോ, ഫാത്തിമയുടെ ഒക്കെ ഇൻസ്പെക്ഷൻ. ഫാത്തിമ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതിനിടയിൽ കൂടെ ഫാത്തിമ അവിടെ ഇരുന്ന ഒരു എലിയുടെ പെട്ടിയൊക്കെ എടുത്ത് തള്ളി അങ്ങിട്ട്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നവ്യെ കൊണ്ട് അത് എടുത്ത് വെപ്പിക്കുന്നു. കണ്ട ചിരിക്കുന്നു. എന്നിട്ട് അവളൊരു ഉളുപ്പില്ലാതെ. അതിനുശേഷം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അപ്പം ആ അണ്ണൻ ചോദിച്ചു എന്തെടുക്കുവാന്ന്. ഞാൻ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ ശേഷം അണ്ണൻ എനിക്ക് ചിരിച്ച് നിന്ന് തന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനായിരിക്കും നമ്മുടെ കൂടെ ഒരു വീഡിയോ എടുക്കാനും അത് ഇടുമ്പോഴും ഒക്കെ പ്രശ്നം. ഒട്ടും അറിയാത്ത ആൾക്കാരൊക്കെ എത്ര നന്നായിട്ടാണ് നമുക്ക് നിന്ന് തരുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന ശേഷം ഭയങ്കര ഐശ്വര്യമായിരുന്നു. ആ അണ്ണനെ കുറേ കച്ചവടം കിട്ടി. എന്ത് ചെയ്യാൻ, എനിക്ക് ഐശ്വര്യം കൂടിപ്പോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. അണ്ണൻ എനിക്ക് ടാറ്റയൊക്കെ തന്നു. ഇത് കണ്ടോ, നവ്യയുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ. ഇത്രയും സാധനങ്ങൾ നവ്യക്കുള്ളതോ ഞങ്ങൾക്കുള്ളതോ അല്ല, ഇത് വേറെ ആർക്കൊക്കെയോ കൂടെ ഉള്ള സാധനങ്ങളാണ്. അങ്ങനെ അതും പിടിച്ച് ഞങ്ങൾ നേരെ പോയത് യൂണിമാർട്ടിലോട്ടായിരുന്നു. എൻ്റെ റൂംമേറ്റിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് തപ്പി അവിടെ നോക്കി, അവിടെ നിന്ന് ആൾക്കാരെയും കൊണ്ട് നോക്കിപ്പിച്ച് ലാസ്റ്റ് അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉള്ളത് എടുത്ത് പോയിരുന്നു. അവിടെ കണ്ട കുറേ ചോക്ലേറ്റ്സ് എന്നെ നോക്കി മാടി വാങ്ങിക്കുക, എന്നെ എടുക്കുക എന്ന് പറഞ്ഞെന്നെ വിളിച്ചു. പക്ഷെ ഞാൻ വാങ്ങത്തില്ല. ഇങ്ങനെ പലരും നമ്മളെ വിളിക്കും, നമ്മളങ്ങനെ ഒന്നും തിരിഞ്ഞു നോക്കാൻ പാടില്ല. അതിനുശേഷം എൻ്റെ ഒരു ക്ലിപ്പ് പൊട്ടിപ്പോയായിരുന്നു. അതേപോലെ ഇരിക്കുന്ന ഒരു ക്ലിപ്പ് വേണം എന്ന് പറഞ്ഞ് നടന്ന് തൽക്കാലം കുഞ്ഞു പൈസക്കുള്ളൊരു ക്ലിപ്പ് വാങ്ങാൻ, ക്ലിപ്പ് അത്യാവശ്യമായതുകൊണ്ട് അങ്ങനെ ഞാനൊരു ക്ലിപ്പ് വാങ്ങി. ആ ക്ലിപ്പ് എത്ര എടുത്തിട്ട് എൻ്റെ ഇഷ്ടത്തിനും പറ്റിയ ക്ലിപ്പൊന്നും ഇല്ല. എനിക്കതിനേക്കാളും ഇച്ചിരി കൂടെ വലിയൊരു ക്ലിപ്പായിരുന്നു വേണ്ടത്. ലാസ്റ്റ് അവിടെ നിന്ന് ചേച്ചിയുടെ അടുത്ത് വെച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇതിലും വലുത് ഒരു കൊള്ളാത്ത ക്ലിപ്പായിരുന്നു. പിന്നെ ഈ കുഞ്ഞാണ്ട് ക്ലിപ്പ് വാങ്ങി, അതും ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് കിട്ടിയ കവർ നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്നാൽ എൻ്റെ കൈ കയറ്റാനുള്ള ഇല്ലായിരുന്നു. അവരെന്നെ പറ്റിച്ച് ഞാൻ പിന്നെ കുത്തി കീറി. അവിടെ നോക്കിയപ്പോൾ എന്താ പോലീസ്. പിന്നെ സ്വാഭാവികമായിട്ട് അവിടെ നമ്പി ഇറക്കി നടത്തി. ഞങ്ങൾ അവിടെ നിന്ന് നേരെ മെഡിക്കൽ സ്റ്റോറിലോട്ടായിരുന്നു പോയത്. അവിടെ ആ മരുന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയ നവ്യെ പിന്നെയും വിളിച്ച് പുറത്തിറക്കിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് പോയ വഴിക്ക് കണ്ടതാണ്. ഞാനത് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മറ്റേ പനങ്കിളങ്ങോ ആ സാധനത്തിൽ നിന്ന്. ആ സാധനം എന്തോ സാധനം ഞാൻ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഓപ്പൺ പണി ഇതാണ് ഗൈസ്. ഇത് പോട്ടണം. പോട്ട്
இது ஓப்பன் பண்ணி இதையும் போட்டணும். போட்டு இதை சாப்பிடணும். செக் பண்ணு. சாப்பிடு. എനിക്ക് വേണ്ട. നീ സാപ്പിട്. ഇല്ല ഇല്ല എനിക്കിഷ്ടമല്ല. എനിക്ക് വേണ്ട. സാപ്പിടിയാ? എണ്ണയും പോട്ടിടുക. ഇല്ല ബ്ലറാക്കാം. ആ സാധനം ഞാൻ ഒഴിച്ച് ഇവരെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് മാതിരി സാധനങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല. ഇന്നങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല, പക്ഷേ ഒരു കണ്ടന്റ് കിട്ടി, അപ്പം അങ്ങ് എടുത്തേക്കാം. വീഡിയോ അവസാനിപ്പിക്കാന്ന് വെച്ചപ്പം ഫാത്തിമയ്ക്കും നവ്യയ്ക്കും അതിന്റെ റിവ്യൂ പറയണമെന്ന്. അപ്പം നമുക്ക് അത് എങ്ങനെയുണ്ട് സാധനം എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നവ്യയുടെ ഫോണാണ് ഫ്ലാഷ് അടിക്കാൻ എനിക്ക് നിൽക്കുന്നത്. വെട്ടമില്ല. എങ്ങനെയുണ്ടായിരുന്നു ഫാത്തിമ സാധനം? കുഴപ്പമില്ല, അതായത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് ടേസ്റ്റ്? എന്താ വലിയ ടേസ്റ്റ് ഒന്നുമില്ല. മധുരം ഉണ്ടോ? ഇല്ല, മധുരം ഇല്ല, പുളിയില്ല, ചെറിയൊരു കയ്പുണ്ട്. പിന്നെ എന്താ പറയാ, ഒരു പുകയുടെ ഒരു ചോയുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അക്കടെ മുന്നേ വെച്ച് നമ്മളത് പറയാൻ പാടില്ല. സോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ശരിക്കും ഉത്തരവുണ്ട്. ഞാനത് കഴിക്കാനത് എന്തുകൊണ്ട് നന്നായി. അപ്പോൾ എന്നാൽ ശരി.